നമസ്കാരം. കീം 2026 MBBS BDS അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നൊരു വീഡിയോ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാതെ കൃത്യമായിട്ട് ആവശ്യമുള്ള, അതായത് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് അലോട്ട്മെൻറ്റ് കൊടുക്കേണ്ടത് എന്നും അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും അതേപോലെ തന്നെ പ്രീവിയസ് റാങ്ക് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഒരു ഓപ്ഷൻ പ്രയോറിറ്റി ലിസ്റ്റ് കൂടെ ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് വരുന്ന ഒരു ഓപ്ഷൻ ലിസ്റ്റ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഏതൊക്കെ റാങ്കിന് പോസിബിലിറ്റി ഉള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ഡോക്യുമെന്റ്സ് ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ കമ്മീഷൻ ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ ആണ് ഈ ഒരു അലോട്ട്മെന്റ് കണ്ടക്ട് ചെയ്യുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് വലിയ പരാതികളില്ലാതെ തന്നെ നല്ല രീതിയിൽ തന്നെ നടന്നു പോകുന്നുണ്ട്. ഏകദേശം അവർ പറഞ്ഞ ഡേറ്റിന് തന്നെ ചില ഔചാരികമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് മാറിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വർഷവും കൂടെ അതേപോലെ തന്നെ അത് വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ മാർക്ക് കുറഞ്ഞ കുട്ടികൾ പലപ്പോഴും ഈ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കുന്ന ചോദ്യം ഈ ആയുർവേദ ഹോമിയോ അലോട്ട്മെൻറ്റ് ഇതിലുണ്ടോ എന്നുള്ളതാണ്. പ്രത്യേകം മക്കൾ ശ്രദ്ധിക്കുക, ഇതിൽ MBBS BDS അലോട്ട്മെൻറ്റ് മാത്രമേ ഉള്ളൂ. ഇതിൽ MBBS BDS അലോട്ട്മെൻറ്റ് മാത്രമേ ഉള്ളൂ. ഈ അലോട്ട്മെൻറ്റിൽ ആയുർവേദ ഹോമിയോ ഇല്ല. അത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുക. അഗ്രികൾച്ചർ ഇല്ല, വെറ്റിനറി ഇതൊന്നുമില്ല. ഇതൊക്കെ പിന്നീട് ഒരു ഘട്ടത്തിലാണ് ഇതിലേക്ക് ആഡ് ചെയ്യപ്പെടുക. ഓക്കെ, രണ്ടാമത്തെ അലോട്ട്മെന്റ് സെപ്പറേറ്റ് ആയിട്ട് അതിന് വേണ്ടിയിട്ട് ഉണ്ടാവും. ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഏതൊക്കെ സീറ്റുകളാണ് ഇതിൽ കവർ ചെയ്യുന്നത്. ഞാൻ MCC അലോട്ട്മെന്റ്, ഓൾ ഇന്ത്യ അലോട്ട്മെന്റിന് വീഡിയോ ചെയ്ത സമയത്ത് ഇതിൽ KMCT ഇല്ലല്ലോ, ഇതിൽ ACC ഇല്ലല്ലോ, ഇതിൽ LSR ഇല്ലല്ലോ, അല്ലെങ്കിൽ ഇതിൽ ഈ പറഞ്ഞിരിക്കുന്ന ജൂബിലി മിഷൻ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ കുറേ കമന്റുകളുണ്ട്. അമല മെഡിക്കൽ കോളേജ് ഇല്ലല്ലോ. അതൊക്കെ വരുന്നത് ഈ അലോട്ട്മെന്റിലാണ്. അത് കേരളത്തിലെ സ്വാശ്രയ കോളേജുകൾ അറൗണ്ട് 9 lakhs 9 ലക്ഷം. അതിൻ്റെ കൃത്യമായിട്ടുള്ള ഫീസ് സ്ട്രക്ചറൊക്കെ ഇന്നലെ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട്. 8.65 8. ഓരോ കോളേജിലും ഓരോ ഫീസ് സ്ട്രക്ചറാണ്. ഒരു 9 ലക്ഷം രൂപയുടെ ഉള്ളിൽ വരുന്ന വാർഷിക ഫീസ് വരുന്ന സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലൂടെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഒരു പോയിന്റ് ശ്രദ്ധിക്കുക, ഈ അലോട്ട്മെന്റിൽ എന്തൊക്കെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. MBBS BDS മാത്രമാണ്. ഏതൊക്കെ കോളേജുകളാണ്? കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജുകൾ പ്ലസ് കേരളത്തിലുള്ള സെൽഫ് ഫിനാൻസിങ് സ്വാശ്രയ കോളേജുകൾ. പിന്നെ NRI സീറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മുമ്പേയൊക്കെ NRI സീറ്റ് വർഷങ്ങൾക്ക് മുമ്പേ കോളേജുകൾക്ക് നേരിട്ട് കൊടുക്കാൻ പറ്റുന്ന സ്ഥിതിയൊക്കെ ഉണ്ട്. അതൊന്നുമില്ല. NRI സീറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ പ്രധാനമായിട്ടും ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എത്ര രൂപയാണ് അലോട്ട്മെന്റ് അടക്കേണ്ടത് എന്നുള്ളതാണ്. അലോട്ട്മെന്റ് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അലോട്ട്മെന്റ് അടക്കേണ്ടത് 5000 രൂപയാണ്. 5000 റുപ്പീസാണ് അലോട്ട്മെന്റ് ജനറൽ കാൻഡിഡേറ്റിന് ഫീ വരുന്നത്. പക്ഷേ ഈ ഒരു ഫീ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ഒന്നും ലഭിച്ചിട്ടില്ല എങ്കിൽ അതേപോലെ തിരിച്ചു കിട്ടും. അതുകൊണ്ട് അക്കൗണ്ട് നമ്പർക്ക് കൃത്യമായിട്ട് അവിടെ കൊടുക്കണം. നിങ്ങളുടെ അലോട്ട്മെന്റ് മീൻസ് അക്കൗണ്ട് നമ്പർ കൃത്യമായി കൊടുക്കണം എന്നല്ല, നിങ്ങൾ ഏത് അക്കൗണ്ടിൽ നിന്നാണ് ഈ പേയ്മെന്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ കഴിയുന്നത് നമ്മൾ പറയുന്നത് പോലെ നിങ്ങളുടെ പാരൻസിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിൽ തന്നെ ചെയ്യുക. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് ബാങ്ക് ഡീറ്റെയിൽസ് ശ്രദ്ധിക്കുക. ഓക്കെ, കഴിയുന്ന അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്ന് അവരുടെ ഒരു അക്കൗണ്ടിൽ നിന്ന് പേയ്മെന്റ് ചെയ്യാതിരിക്കുക. നിങ്ങൾ തന്നെ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള അക്കൗണ്ട് അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കളുടെ അക്കൗണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസിൻ്റെ അക്കൗണ്ട് തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ ശ്രദ്ധിക്കുക. SC ST OEC വിഭാഗങ്ങൾക്ക് എലിജിബിൾ കൺസെഷൻ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാർക്ക് 500 രൂപ മാത്രമേ ഫീസ് ഉള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ ഈ ഫീസ് നിങ്ങളുടെ ട്യൂഷൻ ഫീസിലേക്ക് അല്ലെങ്കിൽ അവിടുത്തെ ഫീസിലേക്ക് മാറ്റി നൽകുന്നതാണ്. അതായത് ഈ 5000 റുപ്പീസ് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. ഇനി അഥവാ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ അത് തിരിച്ച് നിങ്ങൾക്ക് റീഫണ്ട് ആയിട്ട് കിട്ടും. അപ്പോൾ ഈ 5000 ആയാലും 500 ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയാലില്ലെങ്കിൽ അത് നഷ്ടപ്പെടില്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. രജിസ്ട്രേഷൻ അലോട്ട്മെന്റ് ലഭിച്ചില്ലെങ്കിൽ രജിസ്ട്രേഷൻ ഫീസ് റീഫണ്ട് ചെയ്യും. പിന്നെ ഗവൺമെന്റ് മെഡിക്കൽ അലോട്ട്മെന്റ് ഒക്കെ ജസ്റ്റ് ഒരു കാര്യങ്ങൾ ഞാൻ കൊടുത്താണ് ഡീറ്റെയിൽ ആയിട്ട് ഇൻഫർമേഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക, പേയ്മെന്റ് എത്രയാണ് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, ഓൺലൈൻ പേയ്മെന്റ് ആയിട്ടാണ് ചെയ്യേണ്ടത്. അങ്ങനെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അലോട്ട്മെന്റിന് പോകുന്ന സമയത്ത് നിങ്ങൾ കൊണ്ടുപോകേണ്ട എത്രത്തോളം ലെറ്റേഴ്സ് ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ ജസ്റ്റ് ഓരോന്നായിട്ട് വായിക്കാം. നിങ്ങൾക്കത് ക്ലാരിറ്റി എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല. ഓക്കെ, നമുക്ക് എന്തൊക്കെയാണ് ഈ ഓപ്ഷൻ രജിസ്ട്രേഷന് പോകുമ്പോൾ നമ്മൾ കൊണ്ടുപോകേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് അടുത്തായിട്ട് നമ്മൾ പരിശോധിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് വേണ്ടത് കീം 2026 ഇതിൽ കയറണ്ടേ. നമ്മൾ ഈ സൈറ്റിലേക്ക് കയറി നമ്മൾ ലോഗിൻ ചെയ്യണം. അതിൻ്റെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. ഈ ഒരു കാര്യം പ്രത്യേകം കയ്യിൽ കരുതുക. അത് മിസ്സായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ കീം 2026 ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും പ്രത്യേകം കയ്യിൽ കരുതുക. നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ ഫോൺ, നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ OTP വെരിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് ആ ഫോൺ നിങ്ങളുടെ കയ്യിലുണ്ടാവണം. ഇന്റർനെറ്റ് കണക്ഷനിൽ ആ ഫോൺ നിങ്ങളുടെ കയ്യിലുണ്ടാവണം. അതിൽ
ഈ OTP കിട്ടാൻ വേണ്ടിയിട്ട് ഇൻ്റർനെറ്റ് കണക്ഷൻ എന്ന് പറയുന്ന സമയത്ത് ഇമെയിൽ OTP ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിലേക്ക് വരുന്ന OTP ഉണ്ടെങ്കിൽ അത്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ ഫോൺ, അതായത് ഏത് ഫോൺ നമ്പറാണോ നിങ്ങൾ മുമ്പേ കൊടുത്തിരിക്കുന്നത് ആ സമയത്ത് അതിലേക്ക് OTP വരുന്നുണ്ട്, അത് കിട്ടാൻ പറ്റില്ല. ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. ആ ഫോണില്ലെങ്കിൽ ആപ്ലിക്കേഷൻ പ്രോസസ്സ് പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല, അലോട്ട്മെൻറ്റ് പ്രോസസ്സ് പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ, UPI, ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ് സംവിധാനങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. പിന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീ നേരത്തെ പറഞ്ഞതാണ്. പിന്നെ നിങ്ങളുടെ നീറ്റ് 2026 റാങ്കും കേരള മെഡിക്കൽ റാങ്ക് ഡീറ്റെയിലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. പിന്നെ ഫൈനൽ കോഴ്സ് പ്രിഫേർഡ്, ഇതൊക്കെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പിന്നീട് ഈ വീഡിയോൻ്റെ ലാസ്റ്റിന് വരുന്നുണ്ട്. പിന്നെ പ്രയോറിറ്റി ലിസ്റ്റ്, കോഴ്സ് പ്രിഫറൻസ്, ഫീ പ്രിഫറൻസ്, ലൊക്കേഷൻ, അതൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അപ്പോൾ പ്രധാനമായിട്ട് ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കയ്യിൽ വേണ്ടത്. വേറെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊന്നും അപ്ലോഡ് ചെയ്യാനില്ല. ഓക്കെ, ശരി. അപ്പോൾ ഇനി നമുക്ക് അലോട്ട്മെൻറ്റിൻ്റെ സ്കെഡ്യൂളിലേക്ക് പോവാം. ഇപ്പോൾ ആദ്യമായിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് 15 തീയതിയാണ്. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 20 തീയതിയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഓഗസ്റ്റ് 20 വരെയാണ്. ലാസ്റ്റ് ഡേറ്റിലേക്ക് നീട്ടേണ്ട പരമാവധി ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്നതിന് നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടോ എന്നും കൂടെ ഒന്ന് വെരിഫൈ ചെയ്യുക. ഓഗസ്റ്റ് 20 തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ്, താൽക്കാലികമായ അലോട്ട്മെൻറ്റ്, പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് 21 തീയതി വരും. ഫൈനൽ അലോട്ട്മെൻറ്റ് 22 വരും. അപ്പോൾ ഈ വർഷം നിങ്ങൾക്കൊരു MBBS BDS സീറ്റ് കേരളത്തിൽ ലഭിക്കുമോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം ലഭിക്കുന്നത് ഓഗസ്റ്റ് 22 അല്ലേ? കേരളത്തിൽ ഏതെങ്കിലും ഗവൺമെൻറ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ നിങ്ങൾക്ക് MBBS സീറ്റ് ലഭിക്കുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടിയപ്പോഴാണ് ഓഗസ്റ്റ് 22 തീയതിയാണ്. ഒന്നാം റൗണ്ടിൽ കേട്ടോ, ഒന്നാം ഘട്ടത്തിലാണ്, ഫസ്റ്റ് റൗണ്ടിലാണ്. പിന്നീടുള്ള റൗണ്ടുകൾ വരുന്നുണ്ട്. പിന്നെ എൻ്റെ ഫീ പേയ്മെൻറ്റും കോളേജ് അഡ്മിഷൻ നടക്കുന്നത് 23 തീയതി, ഓഗസ്റ്റ് 23 മുതൽ 28 വരെയാണ്. അപ്പോൾ പല കുട്ടികളുടെയും അല്ലെങ്കിൽ മികച്ച മാർക്ക് കിട്ടിയ, റാങ്ക് കിട്ടിയ കുട്ടിയുടെ സ്വപ്നം സഫലമാവുന്നത് 23 മുതൽ 28 വരെ ഡേറ്റിനാണ്. ആ ഡേറ്റിനാണ് നിങ്ങളുടെ ഫീസ് അടച്ച് നിങ്ങളുടെ കോളേജ് അഡ്മിഷൻ നിങ്ങൾ നേടേണ്ടത്. അപ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ ഡേറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല, എപ്പോഴും ലാസ്റ്റ് ഡേറ്റിലേക്ക് നീട്ടി വെക്കേണ്ട, പരമാവധി വേഗം തന്നെ ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള കാര്യം പ്രത്യേകം, അലോട്ട്മെൻറ്റിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. NRI കോട്ട സീറ്റ്സ് ഈ ഒരു ഫേസിൽ ഇൻക്ലൂഡ് ചെയ്തില്ല എന്നുള്ള വിവരം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ എൻ്റെ റിസർവേഷൻ ഒന്നും കൂടുതലായിട്ട് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു പോയിന്റും കൂടെ ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ഇനി നമുക്ക് പ്രധാനമായിട്ടും നിങ്ങൾക്ക് ഇത് എത്രത്തോളം വിസിബിൾ ആവും എന്ന് എനിക്കറിയില്ല. കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇതിൽ ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഇല്ലെങ്കിൽ ഞാൻ വായിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഗവൺമെൻറ് കോളേജുകൾ ആദ്യം ഒന്ന് പരിശോധിക്കുക. ഈ അലോട്ട്മെൻറ്റ് പോകുന്ന സമയത്ത് ബ്ലൈൻഡായിട്ട് നമ്മൾ പോകരുത്. ഒരു ഐഡിയ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം, ഒരു ഓപ്ഷൻ ലിസ്റ്റ് ഉണ്ടാവണം എന്നൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം നമ്മുടെ ഒരു പോസിബിലിറ്റി മനസ്സിലാക്കുക. പിന്നെ ഒരുപാട് കാറ്റഗറി ഉണ്ട്, ദയവേത് അങ്ങനെ പറയില്ല. ഒരുപാട് കാറ്റഗറി, ഇതൊക്കെ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാനുള്ള പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്. അത് CEൻ്റെ റാങ്ക് ലിസ്റ്റിലാണ്. ഞാൻ ആദ്യത്തെ ഓർഡർ പ്രകാരം വരുന്നൊരു 3 കാറ്റഗറികൾ കൊടുത്തു എന്നില്ല. ജനറൽ, ഈഴവ, മുസ്ലിം കാറ്റഗറി കൊടുത്തു. അത് മറ്റ് കാറ്റഗറികളൊക്കെ കൊടുത്തു വരുന്ന സമയത്ത് ഓൾറെഡി നിങ്ങൾക്കറിയാം ഇതിൻ്റെ ഫോണ്ട് സൈസ് വളരെ ചെറുതായിട്ടാണ് കാണുന്നത്. അത് ഓൾറെഡി ce.kerala.gov.in സൈറ്റിൽ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് 2025 എന്ന് അടിച്ചാൽ കൃത്യമായിട്ട് കിട്ടും. ഇപ്പം ഞാൻ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്നൊരു ഐഡിയ തരാൻ വേണ്ടിയിട്ട് 3 കാറ്റഗറി മാത്രം ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് ഒരു ഐഡിയ ഉണ്ടാക്കണം. അതായത് എനിക്ക് ഇപ്രാവശ്യം ഈ കേരള അലോട്ട്മെൻറ്റ് കൊടുത്താൽ കിട്ടാൻ സാധ്യതയുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഓൾറെഡി നിങ്ങളുടെ കേരള റാങ്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കേരള റാങ്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നിങ്ങളുടെ റാങ്ക് ഇപ്പോൾ നമുക്കറിയാം, നിങ്ങളൊരു ഈഴവ വിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടിയാണ്, നിങ്ങളുടെ റാങ്ക് 1100 ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക് എന്താണ് ഈ റാങ്ക് എന്ന് പറഞ്ഞ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊക്കെ എന്ന് വെച്ചാൽ സ്റ്റേറ്റ് മെറിറ്റിലുള്ള റാങ്കാണ്, ജനറൽ റാങ്കാണ് നോക്കുന്നത്. അതായത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് പാരിപ്പള്ളി കൊല്ലത്തിലേക്ക് ഇവിടെ തന്നെ തുടങ്ങാം. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ജനറൽ വിഭാഗത്തിൽ 3ാമത്തെ ആലോചന. ചില ഡാറ്റ ഓൾറെഡി ഇത് ഞാൻ ഒഫീഷ്യൽ ഡാറ്റ എടുത്തുകൊണ്ടാണ് ചിലത് മിസ്സിംഗ് ആയിട്ട് കാണുന്നത് കേട്ടോ. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ജനറൽ വിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടിക്ക് 857 റാങ്കിനാണ് അവസാനമായിട്ട് പ്രവേശനം കിട്ടിയത്. അതേസമയത്ത് ഈഴവ വിഭാഗത്തിൽപ്പെട്ട കുട്ടി, ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഈഴവേൻ്റെ കാറ്റഗറി റാങ്ക് അല്ല, അങ്ങനെ ചിന്തിക്കാനേ പാടില്ല. ഈഴവ വിഭാഗത്തിൽപ്പെട്ട കുട്ടിയുടെ ജനറൽ റാങ്കാണ്. അതായത് നിങ്ങളുടെ ജനറൽ റാങ്ക് നിങ്ങളുടെ കാറ്റഗറി റാങ്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈഴവ വിഭാഗത്തിൽപ്പെട്ട കുട്ടിക്ക് 1026 വരെ കിട്ടിയിട്ടുണ്ട്. മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട കുട്ടിക്ക് 1003 വരെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ജനറൽ റാങ്കാണ്, ഇത് മുസ്ലിം കാറ്റഗറി റാങ്ക് അല്ല, ജനറൽ റാങ്കാണ് 1003 കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അതേപോലെ എറണാകുളം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് എറണാകുളത്തിൽ ഇത് ആൽഫബറ്റിക് ഓർഡറിൽ വന്നുകൊണ്ടാണ് അങ്ങനെ കാണുന്നത് കേട്ടോ. ഓക്കെ,
ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് എറണാകുളത്തിൽ ജനറൽ വിഭാഗത്തിൽ 904 വരെ. അപ്പം നിങ്ങളുടെ ഒരു സാധ്യതകൾ പറയാനാണ് ഞാനിത് കാണിക്കുന്നത്. 904 വരെ പോയിട്ടുണ്ട്. ഈഴ വിഭാഗത്തിന് 1161, മുസ്ലിം വിഭാഗത്തിന് 1101. അപ്പോൾ നിങ്ങളുടെ ഒരു പോസിബിലിറ്റി മനസ്സിലാവും. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഇടുക്കി താരതമ്യേന കുറഞ്ഞ റാങ്കിന് പ്രവേശനം കിട്ടുന്ന ഒരു കോളേജാണ്. അതിൻ്റെ ജനറൽ റാങ്ക് അവിടെ കൊടുത്തിട്ടില്ല, അതിൻ്റെ ഡാറ്റ അവൈലബിൾ അല്ല തേർഡ് റാങ്കിൽ, തേർഡ് അലോട്ട്മെൻറ്റിൽ. അപ്പോൾ അവിടെ ഈഴ വിഭാഗത്തിന് 2362, അതുപോലെ തന്നെ മുസ്ലിം വിഭാഗത്തിന് 2373. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി നിങ്ങൾക്ക് ഏകദേശം അതിൻ്റെ വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാകും. ഒരു 2000 വരെയൊക്കെ നമുക്ക് അവിടെ സാധ്യതയുണ്ട്. ജനറൽ വിഭാഗത്തിന് 2000 വരെയൊക്കെ പോകും. കാരണം ഒരു ഡിഫറൻസ് നമുക്ക് ഏകദേശം മനസ്സിലാവുന്നുണ്ടല്ലോ. ഇവിടെ ഓൾമോസ്റ്റ് ഒരു 100ൻ്റെ ഡിഫറൻസ് ആണ്, ഇവിടെ ഒരു 150ൻ്റെ ഡിഫറൻസ് ആണ്. ഓൾമോസ്റ്റ് എല്ലാ ഡിഫറൻസും അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 2000 ആ റേഞ്ചിലൊക്കെ നമുക്ക് അവിടെയും പ്രതീക്ഷിക്കാം. ജനറൽ അവിടെ ഡാറ്റ അവൈലബിൾ അല്ല കേട്ടോ. ഓക്കെ, സിൻ്റെ സൈറ്റിൽ അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ്, ഒഫീഷ്യൽ ഡാറ്റ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അവിടെ മിസ്സായിട്ട് കാണിച്ചിരിക്കുന്നത്. ഗവൺമെൻറ് മെഡിക്കൽ കോഴിക്കോടാണ് ഏറ്റവും ഡിമാൻഡിൽ. നിങ്ങൾക്കറിയാം 234 ജനറൽ റാങ്ക് വരെ അവിടെ കിട്ടിയിട്ടുണ്ട്. അത് ഈഴ വിഭാഗമാണ് 475, മുസ്ലിം വിഭാഗമാണെങ്കിൽ 280 വരെയാണ് പോയിട്ടുള്ളത്. പിന്നെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് പാരിപ്പള്ളി കൊല്ലത്തിൽ സ്റ്റേറ്റ് മെറിറ്റിൽ 852 വരെ പോയിട്ടുണ്ട്. ഇഴവ 1307, മുസ്ലിം വിഭാഗത്തിൽ 1302. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കണ്ണൂർ, പെരിയാരം കണ്ണൂരിലുള്ള കോളേജിലേക്ക് സ്റ്റേറ്റ് മെറിറ്റ് 902 വരെയാണ് പോയിരിക്കുന്നത്. 1172 വരെ ഈഴ വിഭാഗം, അതുപോലെ തന്നെ 1110 വരെ മുസ്ലിം വിഭാഗവും പോയിട്ടുണ്ട്. ഗവൺമെൻറ് നിങ്ങളുടെ കാറ്റഗറി ഇപ്പോൾ BHO വേറെ ഏതെങ്കിലും ആണെങ്കിൽ ഉടൻ തന്നെ c.kerala.gov.in എന്നുള്ള സൈറ്റിൽ പോയാൽ എത്ര വരെ പോയിട്ടുണ്ട് കൃത്യമായിട്ടില്ല. ഇങ്ങനെ ജസ്റ്റ് ഗൂഗിൾ എടുത്തിട്ട് കീം തേർഡ് അലോട്ട്മെന്റ് ലാസ്റ്റ് റാങ്ക് 2025 എന്ന് അടിച്ചാൽ ഫുള്ള് എല്ലാ എനിക്കൊന്ന് 10-12ഓളം കാറ്റഗറീസ് ഉണ്ട്. എല്ലാത്തിൻ്റെ ഏത് കാറ്റഗറി വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആവും കേട്ടോ. എല്ലാ കാറ്റഗറിയും അവൈലബിൾ ആവും. ഓക്കെ, കാസർഗോഡ് അവസാനം തുടങ്ങിയ കോളേജ് ആയതുകൊണ്ട് ഈഴ വിഭാഗത്തിൽ ജനറൽ ഡാറ്റയിൽ അവൈലബിൾ അല്ല. ഈഴ വിഭാഗം 2400. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് പോയിരിക്കുന്നത് ശരിക്കും ഈഴ വിഭാഗത്തിൽ 2400 കാസർഗോഡ് പോയിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ കോളേജുകളൊക്കെ ഇപ്പോൾ തുടങ്ങിയാണ്, അടിസ്ഥാന സൗകര്യങ്ങൾ വികസനമൊക്കെ നടത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പേഷ്യൻസിൻ്റെ കാര്യത്തിലൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതുകൊണ്ടാണ് കുട്ടികൾ താരതമ്യേന പ്രിഫറൻസ് അവിടെ കുറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ കോട്ടയം മെഡിക്കൽ കോളേജ് 594, 815, 673. മഞ്ചേരി മെഡിക്കൽ കോളേജ് 842, 1213, 907. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് പാലക്കാട് ഡാറ്റ അവൈലബിൾ അല്ല. പക്ഷേ ഈഴ വിഭാഗത്തിൽ അവിടെ 1686, അതുപോലെ തന്നെ മുസ്ലിം വിഭാഗം 1580 വരെ പോയിട്ടുണ്ട്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോന്നി പത്തനംതിട്ടയും ഈ ഒരു ലാസ്റ്റ് കാറ്റഗറിയിൽ വരുന്ന കോളേജാണ്. ജനറൽ വിഭാഗത്തിൻ്റെ റാങ്ക് അവൈലബിൾ അല്ല. അത് ഈഴവയിൽ 1797 വരെയും മുസ്ലിം വിഭാഗത്തിൽ 2100 വരെയും പോയിട്ടുണ്ട്. തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ടോപ്പ് റേറ്റഡ് ആയിട്ടുള്ള കോളേജ് ആയതുകൊണ്ട് തന്നെ 553 ആകുമ്പോഴത്തേക്ക് മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റിലുള്ള സീറ്റുകളൊക്കെ തീർന്നിട്ടുണ്ട്. 794 ഈഴ വിഭാഗം, 603 മുസ്ലിം വിഭാഗം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജും ടോപ്പ് റേറ്റഡ് ആണ്. 370, 611, 450. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് വയനാട് താരതമ്യേന അവസാന ഘട്ടത്തിൽ വന്നതായതുകൊണ്ട് 2353 വരെ, 2388 വരെ മുസ്ലിം വിഭാഗത്തിൽ റാങ്ക് പോയിട്ടുണ്ട്. അപ്പം ഞാനിത് എന്തിനാ കാണിച്ചാൽ കൃത്യമായിട്ട് നമുക്കൊരു ധാരണമാണ്. അപ്പോൾ ബ്ലൈൻഡായിട്ട് ഒന്നും ഒരു ഐഡിയ ഇല്ലാതെ പോയിട്ട് അലോട്ട്മെൻറ്റ് ചെയ്യരുത്. നിങ്ങളുടെ അലോട്ട്മെൻറ്റ് എത്രത്തോളം ഇനി ഇതിലും ചെറിയ ലെറ്റേഴ്സ് ആയിരിക്കും. ഐ വെരി സോറി ഇഫ് യു കനോട്ട് സീ ദിസ്. ഓക്കെ, എന്നാലും ഞാൻ വായിക്കാം. ഇതിപ്പോൾ എന്തുകൊണ്ടാണ് ലെറ്റർ ചെറുതായത്? കുറേ കോളേജുണ്ട്. സെൽഫ് ഫിനാൻസിങ് എന്ന് പറയുമ്പോൾ 21 കോളേജുകളുണ്ട്. അപ്പോൾ 21 കോളേജുകളുടെ ഡാറ്റ കിട്ടുന്ന സമയത്ത് നമുക്ക് ഓക്കെ എക്സ്പാൻഡ് ചെയ്തിട്ട് ഇപ്പോൾ ബുദ്ധിമുട്ടില്ലാതെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഇത് എന്തെങ്കിലും ചെയ്തിട്ട് അതൊന്നും ഇല്ലാതാവണ്ട. അതുകൊണ്ട് ഓക്കെ, ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യണേ. ബുദ്ധിമുട്ടുകളുണ്ടാകും, ക്ഷമിക്കുക. ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് തൃശ്ശൂർ. ഇപ്പോൾ ഇവിടെ നമുക്ക് ജൂബിലി, അമല, മലങ്കര, പുഷ്പഗിരി, ബിലീവേഴ്സ്, MES, ശ്രീഗോകുലം, ട്രാവൻകൂർ, മലബാർ, KMCT, കേരള, പാലക്കാട്, സോമർവെൽ, SUT, ശ്രീനാരായണ, അസീസിയ, ഡോക്ടർ മൂപ്പൻസ്, മൗൺസിയോൺ, PK ദാസ്, കരുണ, അല്ലസർ, പാലക്കാട്, പിംസ്, PAMS അടക്കമുള്ള എല്ലാ കോളേജുകളും കാണാം. അപ്പോൾ അവിടെ നിങ്ങൾ ഇതിൻ്റെ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് ക്ലിയർ ആണെങ്കിൽ എനിക്കൊന്ന് ഒരു ഫുൾ HD ഇതിൻ്റെ നമ്മുടെ റെസൊല്യൂഷൻ വ്യത്യാസപ്പെടുത്തി കാണാമല്ലോ. പിക്ചർ ക്വാളിറ്റി അല്ല വീഡിയോ ക്വാളിറ്റി യൂട്യൂബിലുണ്ട്. അപ്പോൾ അതൊന്ന് നല്ല ക്വാളിറ്റിയിലായിട്ടൊരു സ്ക്രീൻഷോട്ട് പറ്റുകയാണെങ്കിൽ എടുത്തു വെച്ചാൽ അത് ഉപകാരപ്പെടും എന്നാണ് തോന്നുന്നത്. നോർമൽ ക്വാളിറ്റിയിൽ ഇത് റീഡബിൾ ആണെന്ന് എനിക്കറിയില്ല. ശരി, അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇവിടെ ഇത് ഞാനൊരു പ്രയോറിറ്റി ഓർഡറിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ടില്ല. അപ്പോൾ നമ്മുടെ പ്രയോറിറ്റി ഓർഡർ തയ്യാറാക്കുവാനും ഇത് സഹായിക്കും. അപ്പോൾ ഒരു കോളേജിൻ്റെ പ്രയോറിറ്റി ഓർഡർ എന്ന് പറയുന്നത് ലാസ്റ്റ് റാങ്ക് മാത്രം നോക്കിയിട്ടല്ല ഉണ്ടാക്കുക. പക്ഷെ അതിന് ലാസ്റ്റ് റാങ്ക് വലിയൊരു ഘടകം തന്നെയാണ് അല്ലേ.
അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ പ്രയോറിറ്റി ഓർഡർ അല്ല, ഞാൻ ജസ്റ്റ് ലാസ്റ്റ് റാങ്ക് തന്നാണ് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ജൂബിലിയിൽ കണ്ടോ സ്റ്റേറ്റ് മെറിറ്റ് 2594 വരെ പോയി, ഈഴവയാണെങ്കിൽ 2738, മുസ്ലിം കാറ്റഗറി 2640 വരെയാണ് പോയിട്ടുള്ളത്. അമലിയിൽ എന്തായിരുന്നു എസ് എന്ന് കാണിക്കുന്ന സെൽഫ് ഫിനാൻസിങ് ആയതുകൊണ്ടാണ്. അമലിയിൽ 2678, മലങ്കര 3000. ഇതിങ്ങനെ കൂടി വരുന്നത് കണ്ടോ. അപ്പോൾ ഏറ്റവും ഡിമാൻഡ് അവിടെ വന്നിരിക്കുന്നത് ജൂബിലി മിഷനിലാണ്, നമുക്ക് മനസ്സിലാവും. പുഷ്പഗിരിയിൽ 3586, ബിലീവേഴ്സിൽ 3599, MESൽ 3721, ശ്രീഗോകുലത്തിൽ 3930, ട്രാവൻകൂറിൽ എന്തായിരുന്നു 5837, മലബാർ മെഡിക്കൽ കോളേജ് കാലിക്കറ്റ് 5979, KMCTയിൽ 6158, കേരള മെഡിക്കൽ കോളേജ് പാലക്കാട് 6214, ഡോക്ടർ സോമവേൽ 6730, SUT 7597, ശ്രീനാരായണ എറണാകുളത്ത് 8196, CCയിൽ 8561. ഇതിലൊക്കെ അതിൻ്റെ കാറ്റഗറി റാങ്കും വ്യത്യാസം കാണാം. ഡോക്ടർ മൂപ്പൻസിൽ 8599, മോൺസിയോൺ പത്തനംതിട്ടയിൽ 9556 വരെ പോയിട്ടുണ്ട്. PK ദാസിൽ 9756, കരുണ മെഡിക്കൽ കോളേജ് പാലക്കാട് 9844, അല്ലസറിൽ 10678, പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് വാളയാറിൽ 10741. പക്ഷെ അവിടെ മുസ്ലിം റാങ്ക് ആവുന്ന സമയത്ത് 12635 വരെ പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡാറ്റ അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. ഒന്ന്, നിങ്ങളുടെ റാങ്കിന് എവിടെയാണ് കിട്ടുക. ഇത് MBBSൻ്റെ ആണ്, പിന്നെ BDSൻ്റെയും കൂടെ അതിൽ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ ഞാനിത് നോക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഗവൺമെൻറ് കോളേജുകളുടെ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് നിങ്ങൾക്കായിട്ട് തയ്യാറാക്കി തന്നിട്ടുണ്ട് അല്ലേ, ബേസ്ഡ് ഓൺ ലാസ്റ്റ് റാങ്കാണ്. അപ്പോൾ അവിടെ ചെറിയ ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ ഉള്ളൊരു കുട്ടിക്ക് അല്ലെങ്കിൽ കൊല്ലം ജില്ലയിലെ കുട്ടിക്ക് ഇത് ഓൾമോസ്റ്റ് രണ്ടും ഒരേ കാറ്റഗറിയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ കുട്ടിക്ക് വേണം മഞ്ചേരി പ്രിഫർ ചെയ്യാം, കൊല്ലത്തിലെ ആൾക്ക് കൊല്ലം പ്രിഫർ ചെയ്യാം, പിന്നെ എറണാകുളത്തിൻ്റെ ആൾക്കാർക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകും. അതൊക്കെ നിങ്ങളുടെ ഒരു പേഴ്സണലായിട്ടുള്ള ഇഷ്ടങ്ങളാണ്, അപ്പോൾ അതിൽ ഞാൻ ഇടപെടില്ല. പക്ഷേ ഒരു ലാസ്റ്റ് റാങ്ക് വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു പ്രയോറിറ്റി ലിസ്റ്റ് ഗവൺമെൻറ്, പല കുട്ടികളും ചോദിക്കും സാർ ഗവൺമെൻറ് കോളേജിൻ്റെ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദിസ് ഈസ് ബേസ്ഡ് ഓൺ ദ ലാസ്റ്റ് റാങ്ക്, ലൊക്കേഷൻ ബേസ് ചെയ്തിട്ടും നിങ്ങൾക്ക് പോകാനുള്ള സൗകര്യം നോക്കി ഇതിലൊക്കെ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താം. ഇതിൻ്റെ അർത്ഥം ഒരു കോളേജ് നല്ലതാണെന്നോ മോശമാണെന്നല്ല, പക്ഷേ ബേസ്ഡ് ഓൺ ദ ലാസ്റ്റ് റാങ്ക് ഇതാണ് പ്രയോറിറ്റി ലിസ്റ്റ്. പെട്ടെന്നൊന്ന് വായിക്കാം. പ്രയോറിറ്റി ലിസ്റ്റിൽ ഒന്നാമതായി വന്നിരിക്കുന്നത് കോഴിക്കോട്, 2 തിരുവനന്തപുരം, 3 തൃശ്ശൂർ, 4 കോട്ടയം, 5 ആലപ്പുഴ. ഇതൊക്കെ വേണം അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യട്ടോ, കുഴപ്പമില്ല. 6 കൊല്ലം, 7 മഞ്ചേരി, 8 എറണാകുളം, 9 കണ്ണൂർ, 10 പാലക്കാട്, 11 കോന്നി, 12 ഇടുക്കി, 13 വയനാട്, 14 കാസർഗോഡ്. താരതമ്യേന ലാസ്റ്റ് തുടങ്ങിയ കോളേജുകളാണ് ഏറ്റവും അവസാനമായിട്ട് വന്നിരിക്കുന്നത്. അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതാണ് ഗവൺമെൻറ് മേഖലയിലുള്ള ഒരു പ്രയോറിറ്റി ലിസ്റ്റ്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളിപ്പോൾ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, അങ്ങനെയാണെങ്കിൽ നമുക്ക് സെൽഫ് ഫിനാൻസിങ് കോളേജസിൻ്റെ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് തരുമോ എന്നും കൂടെ ചോദിച്ചേക്കാം. ഇതാണ് സെൽഫ് ഫിനാൻസ്. എത്രത്തോളം കാണാൻ പറ്റും എന്ന് എനിക്കറിയില്ല, എന്നാൽ അത്യാവശ്യം വലിപ്പമുള്ളൊരു ഫോണ്ടാക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒന്ന്, ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് തൃശ്ശൂർ. ഇത് ഞാൻ പറഞ്ഞ ഒരു ഫൈനൽ ലിസ്റ്റായിട്ട് ഇത് എടുക്കരുത്, ഇതിപ്പോൾ ഒരു ലാസ്റ്റ് റാങ്കിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ്റെ പ്രത്യേകതകളൊക്കെ വെച്ചിട്ടും ആ കോളേജിനോടുള്ള എന്തെങ്കിലും പ്രത്യേക ഇഷ്ടമുണ്ടോ അതൊക്കെ വെച്ചിട്ടൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്യാം. പക്ഷേ ഇതൊരു ജനറൽ പ്രയോറിറ്റി ലിസ്റ്റാണ്. 1 ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് തൃശ്ശൂർ, 2 അമല തൃശ്ശൂർ, 3 മലങ്കര ഓർത്തഡോക്സ് കോലഞ്ചേരി, 4 പുഷ്പഗിരി, 5 ബിലീവേഴ്സ്, 6 MES, 7 ശ്രീഗോകുലം വെഞ്ഞാറമൂട് ട്രിവാൻഡ്രം, ട്രാവൻകൂർ മെഡിക്കൽ കോളേജ് കൊല്ലം, മലബാർ മെഡിക്കൽ കോളേജ് കോഴിക്കോട്, KMCT മെഡിക്കൽ കോളേജ് മുക്കം, കേരള മെഡിക്കൽ കോളേജ് പാലക്കാട്, 12 ഡോക്ടർ സോമർവേൽ കാരക്കോണം, 13 SUT അക്കാഡമി തിരുവനന്തപുരം, 14 ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എറണാകുളം, 15 അസീസിയ കൊല്ലം, 16 ഡോക്ടർ മൂപ്പൻസ് വയനാട്, 17 മോൺസിയോൺ, 18 PK ദാസ്, 19 കരുണ, 20 അല്ലസർ, 21 PIMS സ്റ്റാൻഡ് ഫോർ പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് വാളയാർ. അതവിടെ ക്ലിയർ ആയിരിക്കില്ല, ഞാൻ വായിച്ചതാണ്. ലാസ്റ്റ് വരുന്നത് പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ ഒന്നും കൂടെ ഞാനൊന്ന് സമ്മറൈസ് ചെയ്യാം. ആദ്യമായിട്ട് ഞാൻ പറഞ്ഞ കാര്യം എന്താ, നമ്മുടെ ഇത്രയും വേണ്ട ഈ കാര്യങ്ങൾ. ബാക്കി നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ കൊടുക്കുക എന്നുള്ള കാര്യമൊന്നും വളരെ സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ്. നിങ്ങളുടെ രജിസ്ട്രേഷൻ പ്രോസസ്സൊക്കെ നമ്മുടെ കയ്യിൽ വേണ്ടുന്ന സംഗതി ഇതാണ്. അപ്പോൾ നമ്മുടെ MBBS BDS അലോട്ട്മെൻ്റ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫീസ് എത്രയാണെന്നുള്ള കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 5000 റുപ്പീസാണ്, റീഫണ്ടബിൾ ആണ് അല്ലേ. സപ്പോസ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടില്ല, തിരിച്ച് കിട്ടും. 500 രൂപയാണ് നമ്മുടെ എലിജിബിൾ ആയിട്ടുള്ള വിഭാഗങ്ങൾക്ക്, SC ST OEC വിഭാഗങ്ങൾക്ക് 500 രൂപയാണ് ഫീസ് വരുന്നത്. ഇത് അലോട്ട്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ തിരിച്ച് കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ട്യൂഷൻ ഫീസിലേക്ക് അത് ഷിഫ്റ്റ് ചെയ്യും. പിന്നെ എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. മൊബൈലിൻ്റെ OTP പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ശരി. പിന്നെ ഫീസ് അടക്കാനുള്ള കാര്യങ്ങൾ, ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡും കാര്യങ്ങളൊക്കെ. പിന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ തെറ്റാതെ
ഓൾറെഡി അതിലുണ്ടാവും. അപ്പം അങ്ങനെ കൂടുതലായിട്ട് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഡോക്യുമെൻസിൻ്റെ അപ്ലോഡിങ് കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒരു വെരിഫിക്കേഷനേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽസ് ഒക്കെ കൃത്യമായിട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് അവിടെ വേണ്ടുന്ന കാര്യം എന്ന് വെച്ചത് നമ്മുടെ ഡേറ്റ് കൃത്യമായിട്ട് ഓർക്കുക. അവസാന തീയതിയിലേക്ക് മാറ്റി വെക്കാതെ വളരെ നേരത്തെ തന്നെ അലോട്ട്മെൻറ്റ് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അലോട്ട്മെൻറ്റ് പോകുമ്പോൾ മെയിനായിട്ട് എന്താ നമ്മുടെ കയ്യിൽ വേണ്ടത്? നിങ്ങളുടെ അക്ഷയയിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഡാറ്റ എൻട്രി ഒക്കെ അവർ ചെയ്തോളും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരാ ചെയ്താൽ അവർ ഈസി ആയിട്ട് ചെയ്യും. ആ പ്രോസസ്സൊന്നും നമുക്ക് പറയാനൊന്നുമില്ല. പക്ഷേ എന്താ നമ്മൾ കൊണ്ടുപോകേണ്ടത്, നമ്മുടെ കയ്യിൽ എന്താ വേണ്ടത്? നമ്മുടെ കയ്യിൽ നമുക്ക് ഏത് കോളേജിൽ കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതിൻ്റെ ഓപ്ഷൻ പ്രയോറിറ്റി ലിസ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കേണ്ടത് എന്നുള്ള കാര്യമൊക്കെ ഞാൻ ഒന്നും കൂടെ ഒന്ന് സ്പെസിഫിക് ആയിട്ട് പറയാം. ഇപ്പോൾ സപ്പോസ് കണ്ണൂർ കിട്ടാൻ സാധ്യതയുള്ളൊരു കുട്ടിയാണെന്ന് കരുതുക. ആ കുട്ടി ഫസ്റ്റ് ഓപ്ഷൻ ഒരു കാരണവശാലും കണ്ണൂർ വെക്കരുത്. അതായത് നമ്മുടെ ഓപ്ഷൻ, നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ഓപ്ഷൻസിൻ്റെ മുകളിൽ കുറച്ച് ഹയർ ഓപ്ഷൻസ് തീർച്ചയായിട്ടും വേണം. കാരണം എന്തെങ്കിലും കാരണവശാൽ കോഴിക്കോടോ തിരുവനന്തപുരമോ തൃശ്ശൂരോ കോട്ടയത്തോ ആലപ്പുഴയോ കൊല്ലത്തോ മഞ്ചേരിയിലോ എറണാകുളത്തൊക്കെ സീറ്റുകൾ ഒഴിവ് വരികയാണെങ്കിൽ ഈ കുട്ടിക്ക് എന്ത് ചെയ്യണം? ഹയർ ഓപ്ഷൻസ് ഉണ്ടാവും. ഈ മണ്ടത്തരം പ്രത്യേകിച്ച് ചെയ്യരുത്. ഒരുപാട് കുട്ടികൾ ചെയ്യുന്നതാണ്. എനിക്ക് ലിസ്റ്റ് പ്രകാരം കിട്ടാൻ സാധ്യതയുള്ളത് പാലക്കാടാണ്, അതുകൊണ്ട് ഞാൻ പാലക്കാട് ഓപ്ഷൻ നമ്പർ 1 കൊടുക്കുന്നത്. അത് മണ്ടത്തരം എന്ന് ഞാൻ പറയും. കാരണം ഇപ്പം നമുക്കറിയില്ല, പല രീതിയിൽ ഒഴിവുകളൊക്കെ വരാം. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ലാസ്റ്റ് റാങ്ക് നോക്കിയിട്ട് അത് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത പാലക്കാടാണ്, ഓക്കെ ഫൈൻ. പക്ഷേ തീർച്ചയായിട്ടും അതിൻ്റെ മുന്നിൽ ഒരു 5-6 ഓപ്ഷൻസ് മിനിമം, അത്രയും ഞാൻ പറയുന്നുള്ളൂ, ഒരു 4-5 ഓപ്ഷൻസ്, ഒരു 5 ഓപ്ഷൻസ് എങ്കിലും ഹയർ ഓപ്ഷൻസ് ആയിട്ട് ഉണ്ടായിരിക്കണം കേട്ടോ. ഇനിയിപ്പോൾ സെൽഫ് ഫിനാൻസിങ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? കൂടുതൽ വെക്കാം. അപ്പോൾ സപ്പോസ് നിങ്ങൾ നോക്കിയിട്ട് മനസ്സിലായി നിങ്ങൾക്ക് മോൺസിയോൺ മെഡിക്കൽ കോളേജ് പത്തനംതിട്ടയാണ് കിട്ടാൻ സാധ്യത. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം? മോൺസിയോൺ ഒന്നാമതായിട്ട് വെക്കരുത്. എന്ത് ചെയ്യണം? നിങ്ങൾ സെൽഫ് ഫിനാൻസിങ്ങിൽ കൊടുക്കുന്നതിന് മുമ്പ് ആലോചിക്കുക. ഫീസിൻ്റെ കാര്യം അറിയാലോ. മോൺസിയോൺ എന്നുള്ള കോളേജ് നിങ്ങൾ വെക്കേണ്ടത് കുറച്ച് കഴിഞ്ഞിട്ട്, അതിനു മുമ്പ് ആദ്യം കുറച്ച് ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ വെക്കുക. ഇപ്പോൾ ഈ ഒരു റാങ്ക് റേഞ്ചിലൊരു കുട്ടിക്ക് ഒരിക്കലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് കിട്ടില്ല, എന്നാലും നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. അതായത് കുറഞ്ഞ ഫീസുള്ള കാസർഗോഡോ അല്ലെങ്കിൽ ഇടുക്കിയോ വയനാടോ എന്നത്തെ ആ കാറ്റഗറി ലാസ്റ്റ് വരുന്ന കോളേജുകൾ കുറച്ചൊന്ന് ഫ്രണ്ടിൽ വെക്കുക. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ അപ്ഗ്രേഡ് ആയിട്ട് കോളേജ് അവിടെ വെച്ച് അതിനുശേഷം ഇതിൽ ജൂബിലി അമല ഇതൊക്കെയാണ് റേറ്റിംഗിൽ മുന്നോട്ട് പ്രയോറിറ്റി ലിസ്റ്റിൽ മുൻപന്തിയിൽ വരുന്നത്. അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞു, ലാസ്റ്റ് റാങ്ക് ബേസ് ചെയ്തിട്ടാണ്. ജൂബിലി അമല, മലങ്കര, പുഷ്പഗിരി, ബിലീവേഴ്സ് ഇതൊക്കെ കുറച്ച് ഫ്രണ്ടിൽ വെച്ചിട്ട് വേണം ഈ മോൺസിയോൺ വെക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കുക. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഈ വീഡിയോ കണ്ട ഉടൻ തന്നെ എൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുക. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അലോട്ട്മെൻറ്റ് വഴി നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കുന്ന ആ മികച്ച കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.